ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. അതും വേഗത്തിൽ ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പൊ നമുക്ക് പനീർ ബട്ടർ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ പനീർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ക്രീം, ബട്ടർ. ഇത് മൂന്നും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? നമ്മൾ വെജിറ്റബിൾ ആയിട്ട് എടുക്കുന്നത് സവാള 2 എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 3 തക്കാളി എടുക്കുന്നുണ്ട്, ചെറിയ പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ സ്പൈസസ് ആയിട്ട് വരുന്ന വയനയില, പട്ട, തക്കോലം, 4 ഗ്രാമ്പു, 3 ഏലക്കായ. ഇത്രയും എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമുക്കിനി ഇതൊന്ന് അരിഞ്ഞു കൊടുക്കണം. അതായത് നമ്മൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. തക്കാളി ആയാലും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു കൊടുത്തിട്ട് നമ്മളിപ്പോ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമൽ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വയറ്റി എടുക്കാം. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് കുക്കറിലിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. വയറ്റി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അല്ലാതെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതെല്ലാം കൂടി നമ്മുടെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫിസിലടുപ്പിച്ച് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ടേസ്റ്റ് വൈസ് എല്ലാം ഓക്കെയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇനി ഇതിനൊപ്പം നിങ്ങൾ ഇത് മറന്നു പോകരുത്, ഒരു 10-20 കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊപ്പം നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാശ്മീരി ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എരിവ് കുറച്ച് എടുക്കുക. ഇനി നമ്മൾ 1/2 കപ്പ്, അതായത് 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഓരോരുത്തരുടെയും കുക്കറിന്റെ വേവ് എന്ന് പറയുന്ന പല രീതിയിലായിരിക്കും. എന്നാലും ഒരു 3-4 വിസിലിനുള്ളിൽ തന്നെ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ പനീർ നമുക്കൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. അത് വറുത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വറുത്തെടുക്കുകയല്ല, നമുക്ക് ഇട്ട് കുറച്ചൊന്ന് അതിന്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ പകുതി പനീറേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ട എത്ര ക്വാണ്ടിറ്റി ആണോ അതനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ, അതായത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ പാക്കറ്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് ഇത് വേണ്ട ഈ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ സൺഫ്ലവർ ഓയിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗീവ് അവേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ആരും കറക്റ്റായിട്ട് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്യുക. ആ വീഡിയോ ഇതിനൊപ്പം ഞാൻ പിൻ ചെയ്ത് ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ പനീർ ഇവിടെ ദാണ്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം. അപ്പം ഞാൻ ഇതിനൊപ്പം വീഡിയോ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും കാണുക, കണ്ടിട്ട് കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുക കേട്ടോ. പലരും ചെയ്യുന്നത് തെറ്റായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള മിക്സ് ദാണ്ട് ഇവിടെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് അളവിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ക്യാമറയിൽ നന്നായിട്ടൊന്ന് ആവി അടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു മങ്ങൽ വന്നത്. അപ്പോൾ ഇനി നമുക്ക് ദാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതെല്ലാം കൂടി. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചൂടാറിയതിനു ശേഷം നല്ല രീതിയിൽ അരച്ചെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് തെറിച്ച് കഴിഞ്ഞാൽ സീൻ ഡാർക്ക് ആവും. കാരണം ഈ ചൂടായിരിക്കും തെറിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടാറിയിട്ട് അരച്ചു കൊടുത്താലും മതി. ഇപ്പൊ ഇതിനകത്തൊക്കെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പതിയെ ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മൾ നേരത്തെ പനീർ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച് സൺഫ്ലവറിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ വേറെ ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല, ആ ഓയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 10-15 ഗ്രാമോളം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 10-15 ഗ്രാമിനുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആ സൺഫ്ലവർ ഓയിലിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. മെൽറ്റായി വന്നിട്ട് വേണം നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ രണ്ടും നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് പക്ഷെ ആ അരപ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ദാണ്ടെ കുറച്ചൊന്ന് ഒഴിച്ച് കലക്കി ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കലക്കി മിക്സ് ചെയ്ത് ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഈ ഒരു ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, കൂടുതൽ ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇനബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 1/4 കപ്പ് ടു 1/2 കപ്പ് വരെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഫ്രഷ് ക്രീം ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റി ആവേണ്ടത് അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ചേർത്ത് കൊടുത്ത അളവ് പറഞ്ഞല്ലോ ഏകദേശം 1/4 കപ്പ് ടു 1/2 കപ്പിനിടയിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇനിയിപ്പോ 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും, അതുപോലെയാണ് അത് അത്രയും ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പനീറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പനീറിന്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മെഷർമെന്റിൽ തന്നെ നിങ്ങൾക്ക് പനീർ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾക്ക് ഇത്ര ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പനീർ എടുത്തത്. അപ്പൊ ഇനി നമ്മളുടെ പനീറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന കസൂരി മേത്തിയാണ്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്, ഇത് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ഒരു പനീർ ബട്ടർ മസാലയുടെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയിലാണ് നമ്മൾ ചെയ്തത്. കാരണം നമുക്ക് ഉള്ളി വഴറ്റി അങ്ങനെ സമയമൊന്നും നമുക്ക് പോയിട്ടില്ല. നമ്മൾ കുക്കറിൽ ചെയ്തെടുത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പനീർ ബട്ടർ മസാല റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുന്നത് മാത്രമല്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോലെ കേട്ടോ. അപ്പൊ ടേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.